So, praise the Lord. Welcome everyone to our Bible study. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയതുപോലെ തന്നെ നമ്മളിപ്പോൾ ജോബിൻ തന്നെയാണ് നോക്കാൻ പോകുന്നത്. സോ ലാസ്റ്റ് ടൈം നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ്, സാത്താൻ നമ്മൾ എപ്പോഴും ഒരു അലർന്ന സിംഹമായിട്ട് ഹീസ് ഓൾവേസ് സെർച്ചിങ് ആൻഡ് ടെസ്റ്റിംഗ് പീപ്പിൾസ് ലൈഫ്. അപ്പൊ അവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് എവർ വി സേ ഹി ഈസ് വാച്ചിങ് ആൻഡ് ഹി ഈസ് ഹിയറിങ്, റൈറ്റ്? അപ്പോൾ we should be very careful on what we are saying. നമ്മൾ സംസാരിക്കുന്ന രീതി, സംസാരിക്കുന്ന കണ്ടന്റ്, ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. കാരണം അവന്റെ ഗോള് എപ്പോഴും ഒരു ഉന്നമുണ്ട്. ഹീസ് ഓൾവേസ് എയിമിങ് അറ്റ് സംതിങ്, ആൻഡ് ഇഫ് വി ആർ ഗിവിംഗ് ഹിം ദി ഓപ്പർച്യൂണിറ്റി, then we need to watch what we say. So ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, സാത്താന് had a goal regarding Job's life. So I have today's topic would be Satan's challenge. Satande, how do you say challenge in Malayalam? Enikkarilla. Satan's challenge to. So was Satan challenging God or was he challenging Job? What do you think? Who was he challenging? Challenge means velluvali. Velluvali, yes. God. Absolutely right. He was challenging God. Now, what was Satan's goal in Job's life? നമുക്ക് നോക്കാം. ആ ചാലഞ്ചിന്റെ ബേസ് ആണത്. ഫസ്റ്റ് വേഴ്സ് ഇസ് Job chapter 1 verse 11. മലയാളത്തിൽ കൂടെ ഒരാൾ വായിക്കാമെങ്കിൽ it would be very helpful. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയുന്ന ഉത്തരം പറഞ്ഞു. Right. So he's saying നീ അവനെ stretch out your hand and touch all that he has, and he will turn around and curse you to your face. നിന്റെ മുഖം നോക്കി അവൻ സംസാരിക്കുമെന്ന്. Now Hebrew-ല് ഈ word for curse is a word called barak, right? പക്ഷെ അതിന്റെ മീനിങ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ it says bless. I'm like, I was shocked. Why is saying bless? പക്ഷെ this word barak is used with dual emotions. പറഞ്ഞു കഴിഞ്ഞാൽ it can be either as a blessing or as a curse, depending on the person. ആ മനുഷ്യന്റെ ഹാർട്ടിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് ആ വാക്കിന് പ്രയോഗം വരുന്നത്. കാരണം ഈ വാക്ക് ഞാൻ ബൈബിളിൽ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ എവറിവെയർ 97% അതിന്റെ യൂസേജ് ബ്ലെസ്സിങ്ങിലായിരുന്നു. എന്നാൽ വെരി ചുരുക്കം ഏരിയയിൽ മാത്രമാണ് ഈ കേഴ്സിന്റെ വരുന്നത്. സോ ഇറ്റ്സ് എ വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ കണ്ടീഷൻ ഓഫ് ദ മാൻസ് ഹാർട്ട്. അപ്പൊ അവന്റെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ടീഷൻ ബേസിലാണ് ഈ വാക്ക് വരുന്നത്. പറഞ്ഞ ദൈവം നമ്മുടെ സ്ഥിതികളെ തൊടുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, അതിനെ നമ്മൾ ദൈവം തൊട്ടു, അങ്ങനെ ഒരു ഫീലിംഗ് വരുന്ന സമയത്ത് ആ ഫീലിംഗിൽ നമ്മൾ ദൈവത്തിനെ കുറിച്ച് എന്തോ സംസാരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് വെയർ ജോബ് വാസ് ബീങ് ടെസ്റ്റഡ് ഹിയർ. അവന്റെ സംസാരം എന്തുമായിരിക്കും, അവന്റെ റിയാക്ഷൻ എന്തുമായിരിക്കും, റൈറ്റ്? സോ ജോബിന്റെ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കുക. ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 20 to 21. മലയാളത്തിൽ കൂടെ ഒന്ന് വായിക്കാം. ഇംഗ്ലീഷിൽ ഇറ്റ്സ് ഓൾറെഡി ദേർ ഓൺ ദ സ്ക്രീൻ, സോ യു കൻ റീഡ് ഇറ്റ്. ബട്ട് മലയാളത്തിൽ വായിക്കാം. വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. there's a lot of things in this, ഈ രണ്ട് വേഴ്സിൽ തന്നെ, റൈറ്റ്? ആദ്യം എഴുതിയിരിക്കുന്നുണ്ടോ, അവന്റെ ഫസ്റ്റ് റിയാക്ഷൻ ആണ് ജോബ് എഴുന്നേറ്റ് അവന്റെ വസ്ത്രം കീറിയത്. സോ ഷേവിങ് ഹിസ് ഹെഡ്, ദിസ് ഇസ് ഓൾ തിങ്സ് ഓഫ് മോർണിംഗ്. മനസ്സ് വിഷമിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് they used to tear their clothes, they used to shave their heads, and they used to put ash and put sackcloth and sit there. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനത്തെ ഒരു മോർണിംഗ് കണ്ടീഷൻ ആണത്, റൈറ്റ്? പക്ഷെ അവിടെ വേറൊരു വാക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടത്, he fell to the ground and he worshipped. Now that is മലയാളത്തിൽ നമസ്കരിച്ചു. It's actually the word worship in Bible, many areas it means to prostrate oneself എന്നാ. നമ്മൾ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് it doesn't make sense, but what it means is it means to prostrate oneself or bow down. It's a sign of worship. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഒരു difficult circumstances, like you've lost somebody in your life, you lost your job, you have so many issues coming in. ആ സമയത്ത് നമ്മൾ വർഷിപ്പ് ചെയ്യൂ എന്നുള്ളതാണ്. that is the question. Do we do such things? next slide എന്നിട്ട് ജോബിന്റെ ഫസ്റ്റ് റിയാക്ഷൻസ് ആണ്. ഇറ്റ് ഇസ് an action of grief and mourning. അത് നോർമൽ, സാധാരണ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ he is worshipping. That is the main point. Can we worship God
in our tough circumstance? അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു question ആണ്. Can I have the heart to worship God? Can I have the heart to worship, praise God എൻ്റെ ലൈഫ് ഇങ്ങനെ ഒരു very bad situation like ആവുമ്പോൾ? It's a very difficult thing to do. But how is this possible? Because time and time again we keep seeing this, right? He's worshiping God as an immediate response. Usually we will worship God maybe later on, not immediately, but here immediately. അത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, naked I came, naked I am going, what the Lord has given, the Lord has taken away. അത് പാട്ടും നമ്മൾ പാടി, blessed be the name of the Lord നമ്മൾ പാട്ടുണ്ട്. Can we bless the Lord in such a situation? It's very difficult. I can't say if I will do that, right? I don't know if anybody else, but we can't be confident that our faith is so strong. നമ്മുടെ വിശ്വാസം അത്രയും ഒരു ലെവൽ ആണ് where everything can crumble around me and I will be always praising and thanking God. ആൾക്കാർ നോക്കുമ്പോൾ വട്ടാന്ന് പറയും. പക്ഷേ this is a very human response that we all have. We will be upset, we will be angry, we will be sad. ഇതെല്ലാം ഉണ്ടാവും. പക്ഷേ this is something we need to incorporate, and that is worshiping God. കാരണം if I am to say that God is in charge of my life, or he's having full responsibility in my life, appo anganaanennundengil how can I be outside of his will? If I'm outside of his will, then I have reasons to complain. But if I'm inside his will, whatever happens in my life, devathinte control laana adu nadakkunne. It doesn't happen without it. Avadeyana Jobinte realization that he realizes that God is still in charge, right? And that's why he's saying this. And that's why you look at what the statement says in Job 1:22. എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, in all that Job did, അവൻ സംസാരം, അവന്റെ ആക്ഷൻ, അവന്റെ പ്രവൃത്തി എല്ലാം ചെയ്തതിന്റെ അവന്റെ സമ്മറി ആണിത് in verse 22. ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. Now I like that word that is used there. Does it make the same meaning in English and Malayalam? Bhoshatam is not a word there in English Bible, but is there in the KJV though. KJV kaatha, he did not charge God with foolishness or foolishly. What it means is he charging God എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഹണം അല്ലേ, ആരോഹണം ചെയ്യുന്ന പോലെ തന്നെയാണ്. But the root word ആരോപണം. The word in Greek, in Hebrew there is tifla എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഈ tiflaന്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ടു സ്മിയർ എന്നാ. നമ്മൾ പൊളിറ്റിക്സിൽ സംസാരിക്കുമ്പോൾ we'll start a smear campaign എന്ന് പറയും. That means എതിർവശത്തുള്ള ആളിനെ അവന്റെ പേര് ചീത്തയാക്കാനുള്ള ഒരു ക്യാമ്പയിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. So same way, when things happen in our life, what do we go around telling people? നമ്മുടെ ആ ടെസ്റ്റിമണിയാണ് concerning it. So are we praising God and worshiping God for whatever is happening in our life, or are we saying, oh maybe I have this problem in my life, adana idana ingane negative samsarikkunna samayathu people are watching us, nammade samsara avaru observe cheyyunnundu, nammade behavior observe cheyyunnundu, and what happens is idinellathinum peru dooshappedunnathu karthavindeda. And that is why here is so clearly it is saying he did not sin in any way, nor did he charge God with foolishness or foolishly, or charge God with wrong. അങ്ങനെയാണ് ആ വാക്ക് അവിടെ വരുന്നത്, right? So സാത്താൻ ഫസ്റ്റ് ചാലഞ്ച് ജയിച്ചില്ല, അതാണ് 122. ജസ്റ്റ് ഗോ ബാക്ക് ടു ആ 122ന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് സേറ്റന്റെ ഫസ്റ്റ് ചാലഞ്ച് തോറ്റു. He said, if you touch all his possessions and all that he has, then he will surely turn around and curse you to your face. തിരിച്ചു നോക്കി നിന്റെ മുഖത്ത് സംസാരിക്കുമെന്ന് പറഞ്ഞു. അത് ഇവിടെ ഫെയിലിയർ ആയി. So now God is happy. God is happy and he tells the same state. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. Is it not? He is still so blessed. He is still so nice. He is the man of integrity, holding this, holding that. എല്ലാം പറഞ്ഞ് ദൈവം പിന്നെയും നല്ല പ്രൗഡായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സാത്താൻ അടുത്ത ഒരു സ്റ്റൈൽ ഇറങ്ങി. And now what is he saying? Satan answered to the Lord and said, skin for skin. Yes, all that a man has he will give for his life, but stretch out your hand now and touch his bone and his flesh, and he will surely curse you to your face. മലയാളത്തിൽ കൂടെ നോക്കിയോ. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസം തൊടുക,
അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. Again, the challenge in the goal is the same thing. ദൈവത്തിനെ കേഴ്സ് ചെയ്യുക, അതാണ് എൻഡ് പ്രോഡക്റ്റ്. പക്ഷെ now the രീതി of the test is changed. നേരത്തെ എന്ന് പറഞ്ഞാൽ അവന്റെ പൊസഷനും ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ പൊസഷൻ ഒക്കെ പോയിട്ട് he doesn't value possession as much എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സാത്താന്റെ അടുത്ത ലെവലിലേക്ക് കയറുക. Now a man, ശ്രദ്ധിച്ച് നോക്കിയാണ്, look at that statement here. Yes, all that a man has he will give in exchange for his life. What does it mean? What do you think it means? Anyone? What do you think it means? Man will do whatever it takes to keep, preserve, or save his life. So in other words, you love your life more than anything else. നമുക്ക് നമ്മുടെ ജീവനെയാണ് ഏറ്റവും വാല്യൂ, മോർ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. സോ ഹി ആർ റെഡി ടു ഗിവ് അപ്പ് എനിത്തിങ്. അപ്പൊ നാളെ നൗ അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് ദ ചാലഞ്ച് ദാറ്റ് വിൽ കം ഇവൻച്വലി ടു മാൻകൈൻഡ്. കാരണം അന്തിക്രിസ്തു എന്തായാലും വരുമെന്നുള്ളത് 100% ഷുവറാണ്. വെൻ ഹി കംസ്, അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ഒരു രൂപത്തിനെ അവന് he will establish an image. എന്നിട്ട് he will command everybody to worship this image. Now imagine a worship ചെയ്യാത്ത എല്ലാരെയും he will behead. Now the question that will arrive, this is not just in the future, it's happening all over the world right now. യേശുവിന്റെ നാമം forsake ചെയ്യണം, deny Christ, or otherwise you die. This is the challenge that many of the Christians in the world are facing today. You have to deny Christ or otherwise be killed. Now this is the same issue that's happening here. Do we love Jesus more than our own life? Now that's another question. Namaka again answer. I don't think anybody can answer this question truly. Karanam, if we think we are equipped to such an extent that namada vishwasam is so strong that I am able to stand in the midst of persecution and say I will never deny Christ, it's impossible for us to. It's pride if we are thinking that we can do that. Karanam, ആ സമയത്തെ നമ്മുടെ മെന്റൽ സ്ഥിതി no one can be guaranteed. And your example ആണ് പീറ്റർ ഹിംസെൽഫ്. കാരണം പത്രോസ് പറഞ്ഞു, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു പോയാലും ഞാൻ ഉപേക്ഷിച്ചു പോകത്തില്ല, ഒരു രക്ഷയില്ല, I will be there 100%. He was so confident of himself. And what did Jesus say? He said, by the time the rooster crows 3 times, you will have denied me 3 times. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല്, although Peter was confident of his faith, God knew where his weaknesses were. സാത്താൻ നമ്മുടെ വീക്ക്നെസ് പോയിന്റ്സ് എല്ലാം അറിയാം, മർമ്മത്ത് തന്നെ അവനെ തൊടും. Don't think he will come challenging places where you are strong. That's not his business. He doesn't care about your strength. He cares more about your weakness. അപ്പൊ നമ്മുടെ വീക്ക്നെസ്സിനെയാണ് അവൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, റൈറ്റ്? So in Job's case, he couldn't find any sin in his life. Yes, ദൈവം പറഞ്ഞ പോലെ ആള് ബ്ലെയിംലെസ് ആയിരുന്നു, ആള് നല്ല നീതി പാലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, അതെല്ലാം ശരിയാണ്, അതിനൊരു കുറവുമില്ല. സോ ദെൻ ഹി ട്രൈഡ് ദി നോർമൽ വേ ഓഫ് ഹൗ ടു അറ്റാക്ക് എ മാൻ. സോ ആദ്യം അവന്റെ ഫൈനാൻസ് അടിച്ചു മാറ്റി, അവന്റെ പൊസിഷൻ എടുത്തു, അവന്റെ കുടുംബം പോയി. അതാണ് ആദ്യത്തെ ലെവലിൽ അതങ്ങ് അടിച്ചു മാറ്റിയത് കംപ്ലീറ്റ്. ആ 2 ഹെഡ്ജ് അങ്ങ് ദൈവം മാറ്റി കഴിഞ്ഞപ്പോൾ ഹി ജസ്റ്റ് നമ്മുടെ ട്രാക്ടർ എടുത്ത് ഇടിച്ചു പൊളിക്കുന്ന പോലെ അങ്ങ് പോയി. ഇനി ഇരിക്കുന്നത് സ്വന്തം വ്യക്തിത്വമാണ്. So his own life. So a man can lose everything, but if his life is more precious, so then he's challenging now that portion of the human soul. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവനെ we love our own lives. So that is another challenge that is there. Even Jesus said something. Jesus ഇതിനെ കുറിച്ച് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. Next slide. പീറ്ററിന്റെ കാര്യം can we correlate with what we spoke last week? Like, since Peter declared that he will not deny Jesus, സാത്താൻ കേട്ടിട്ട് അതിൽ നിന്ന് actually he knew about പീറ്ററിന് ഒരു പ്രശ്നം എടുത്തുകാട്ടം. പീറ്ററിന്റെ ബിഹേവിയറിൽ one concept was always consistent with his behavior, that was എടുത്തുകാട്ടം. എല്ലാത്തും ചിന്തയില്ല, ചിന്തിക്കത്തില്ല, ആൾ എടുത്തുചാടുന്ന സ്വഭാവമായിരുന്നു. ആൾക്കാർ ക്രിസ്തുവിനെ പിടിക്കാൻ വന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, ഐ മീൻ
പിശാച് കേൾക്കും നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും. So you see what did Jesus tell to Peter? Satan has asked for you. Satan ninne chodichittundennu. Why only him? Why did Satan ask for Peter? And he said he wants to sift you like wheat. നമ്മുടെ പാറ്റാൻ അവന് പാറ്റുന്നല്ലേ, അതല്ലേ വാക്ക്, ഗോതമ്പിനെ പാറ്റുന്ന പോലെ പാറ്റാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. He's asking for you. Why he didn't ask for anybody else? Peter had this eduthiyatam, and he used to say things and do things that is keeping. And പല എക്സാമ്പിൾസ് ഉണ്ട്. മറ്റേ കാല് കഴുകുന്ന സമയത്ത് no, I will not allow you to wash myself. No, അത് പറ്റത്തില്ല. So he knows the kind of man this guy is. അതിന്റെ ബേസിസിലാണ് ഇതെല്ലാം വരുന്നത്. So Satan had a target on Peter's chest and his back, and he's using this guy's behavior, which he's been observing for many years now. അത് വെച്ചിട്ടാണ് ഈ കാര്യം ചോദിച്ചിരിക്കുന്നത്. പാറ്റാൻ ചോദിച്ചിട്ടുണ്ടെന്ന്. അതിന്റെ ബേസിൽ അവന് ഡയറക്ട്ലി he's asking God to where the test will come to deny Christ, and exactly like that, ആ സമയത്ത് he's actually going towards where Jesus was being persecuted. ആ സമയത്തൊക്കെ ആൾക്കാർ അവിടെയും ഇവിടെയും വെച്ചിട്ട് അവനെ കണ്ടു കഴിഞ്ഞപ്പോഴാ ലാസ്റ്റിൽ ഫൈനലി he said I deny Christ 3 times. He did that. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കോൺഫിഡൻസ്, we should not have confidence in our faith. We should have confidence in Jesus. കാരണം യേശു ആണ് നമ്മളെ കാക്കാൻ പോകുന്നത്. we can make great statements of faith, that's one habit of man. We stand in front of people and we say, oh, I have great faith, or I can do this, I can do that, I am this and I am that. ഇതെല്ലാം ആള് കേൾക്കുന്നുണ്ട്. And we are actually laying out the red carpet for him to attack us with our words. And Jesus പറഞ്ഞ ഒരു കാര്യം ഇതാണ്, unless you are ready to lose your life, നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ലൂസ് ചെയ്യാൻ റെഡി അല്ലെന്നുണ്ടെങ്കിൽ you will lose it. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. So ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്ന എന്ന് പറഞ്ഞപ്പോൾ he's talking about the parable of the seed. Unless the grain of wheat falls to the ground and it dies, it remains alone. But if it dies, it will bring forth life. ആ ഉപമയുടെ ഭാഗമായിട്ടാണ് ഈ വാക്യം പറയുന്നത്. അപ്പോൾ and then he says, take up your cross and follow me. അപ്പോൾ what we need to understand is, what is Jesus saying? നമ്മൾ അല്ലാതാകണം. If we truly have to follow Christ, we have to be not me. I cannot be Renji and follow Christ. I have to be the person God wants me to be, and then only can I follow Christ. കാരണം ഞാനായിട്ട് ഒരു വ്യക്തിയായിട്ട് പറയുകയാണെങ്കിൽ we have all sorts of, our heart is wicked, full wickedness ആണെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. There is nothing good in any one of us. Then how can I say I love God? കാരണം നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ചില സമയത്ത് കർത്താവിനെ പ്രൈസ് ചെയ്യും, അതേ നാവ് കൊണ്ട് ബാക്കി ആൾക്കാരെ ദൂഷിപ്പിക്കുകയും ചെയ്യും. So how can the same tongue be said it's a holy tongue? No, it's not a holy tongue. Are these holy hands? Technically, but no. Are my feet holy? Bible says I'm supposed to be taking the gospel all over the place. Is that true? No, I go to other place also. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, we use it for all sorts of manner of wickedness. We say we are believers, but the fact is നമ്മുടെ ജീവിതത്തിൽ പല ദുഷ്ടങ്ങൾ ഇറങ്ങി വരാറുണ്ട്. And it's only happening whenever the pressure comes from the side. So ജീസസിന്റെ ഒരു വേറൊരു സൈഡ് ഉണ്ട്. He always purifies his people, and that is his it's part of his this thing. കാരണം it's a Bible എങ്ങനെയാ പറയുന്നത്, he will present a bride blameless for himself. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു വേറെ കാര്യം നമ്മളെല്ലാവരും we read that about the fire of the Holy Spirit. ജോൺ പറയുന്ന ഒരു കാര്യമാണ്, I baptize you with water, but he who comes after me will baptize me with water and fire. പക്ഷെ അവിടെ ഒരു spelling mistake ഉണ്ട്. We don't read the next verse that follows after that. What does it say after that? What it says is, he sits with a winnowing fan, and he's winnowing, he'll surely thresh his floor. It doesn't make any sense. Why is Jesus being described as having a winnowing fan? He's supposed to be baptizing me with Holy Spirit and fire. What is this winnowing fan doing there? Winnowing fan is nothing but chaffനെ മാറ്റാനായിട്ടാണ്. പറഞ്ഞാൽ നമ്മൾ ഹാർവെസ്റ്റ് കഴിയുമ്പോൾ അതെല്ലാം പൊളിച്ചു കഴിയുമ്പോൾ ആ തോലിരിക്കുന്നത് അതൊക്കെ എടുത്ത് ചവർ എടുത്ത് കളയാനായിട്ടുള്ള ഒരു പാറ്റലിന്റെ ഒരു ഉപയോഗ സാധനമാണ് വിന്നോയിങ് ഫാൻ.
So what he's talking about is purification. Where Malachi എഴുതിയിട്ടുണ്ട്, he sits as a purifier. He will purify you like gold and silver. അപ്പൊ നമ്മളെ തീക്കത്തിടുമെന്നാണ് കർത്താവിന്റെ വേറൊരു ഹാബിറ്റ്. ഇട്ടേച്ച് he will make us pure and holy. That is what the fact is. Now that is not what happening in Job's life. Jobന്റെ കേസിൽ എന്ന് പറയുമ്പോൾ he is already a very righteous man. The trial is to make him hate God. So if we are good people, if we are lovely people, if we are blessed people, if we are people of faith, അതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ then the action Satan takes is to make us hate God or say things against God. നമ്മളെ ദൈവത്തിന്റെ against ആക്കുക. അത് ബെസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മുടെ ചുറ്റുവട്ടും നമ്മുടെ ഉള്ളിലും നമ്മുടെ എവിടെ എല്ലായിടത്തും ഇവൻ അറ്റാക്ക് ചെയ്യാൻ നോക്കും. സോ വേർ ഓൾ ആർ വീക്ക് പോയിന്റ്സ് ആർ, അവിടെയൊക്കെ അവൻ അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ മൂവിങ് ഫോർവേഡ്. ഇതെല്ലാം കഴിഞ്ഞു, ജോബ് നല്ല പിടിച്ചു നിൽക്കുക, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ആൻഡ് ദെൻ Satan sends an agent. Can anybody guess who was the first agent? Not yet. Who was the first agent Satan sends to Job? Can anybody guess? No one? Okay, Joe, itto slide itto. It's adding insult to injury. നമ്മുടെ നാട്ടിലൊരു വാക്കുണ്ട്, മുറിക്കകത്ത് കൊണ്ട് ചില്ലി പൗഡർ ഇടുക അല്ലെങ്കിൽ ഉപ്പ് ഇടുക. ഗാവമേ നമക് ഡാൽനേക്ക് യുനോ. വൈഫ് വന്നിരിക്കുക, wife is coming and telling him, do you still hold fast to integrity? Curse God and die. അത് മലയാളത്തിൽ ഒന്ന് വായിച്ചു. അത് അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു മരിച്ചു കളയുക എന്ന് പറഞ്ഞു. So she is already thrown in the towel. Wife is finished. Wife in any no hope, nothing. So there's only one statement this wife makes, and that is this statement. The only use of her words that is mentioned is this. And what I want you to look is, have you seen the statement in that I've underlined, that I've highlighted in yellow somewhere else? In the same, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? Is everybody here? Yes, yes. Conducting a seance. Do you still hold fast to your faith, fast to your integrity? This is the exact word that God talked about Job. Look at that. Word for word. ശരിയല്ലേ? സാത്താൻ അറിയാം നമ്മളെക്കുറിച്ച് ദൈവം എന്തോ പറയുന്നത് എന്നുള്ളത്. അതേ വാക്ക് തന്നെ മറിച്ച് പറയും. He'll bring us to doubt what God said. Now, the same technique is what Satan used with Jesus. കർത്താവിനെ ടെംപ്റ്റ് ചെയ്തപ്പോൾ എന്തോ ചോദിച്ചത്? Anyone? You can answer, even if it's wrong, it doesn't matter. Because what was Satan's question to Jesus? If you are son of God. Yes. So he's asking if you're the son of God. And just before that, while his baptism was taking place, what did God tell him publicly? He is my beloved son. See? ദൈവം നമ്മളെ കുറിച്ച് പറയുന്ന തന്നെ ഈവൻ അതേ സെയിം സാധനം എടുത്തേച്ച് മറിക്കും. മറിച്ചേച്ച് he will make you doubt what God said. And that is exactly what he tried with Jesus also. ഇവിടെയും അത് തന്നെയാണ്. But it's not a direct attack. Now he's using Job's wife. ജോബിന്റെ വൈഫിനെ കൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നീ നിന്റെ വിശ്വാസത്തിന് ഇപ്പോഴും നീ അവിടെ മുറുകെ പിടിച്ചിരിക്കുകയാണോ എന്ന്. എന്നാ കർത്താവ് ജോബിനെ കുറിച്ച് എന്താ പറഞ്ഞേ? He's a man of integrity and he's
He's strong in that integrity എന്ന് പറയുക. കർത്താവിന്റെ വാക്ക് പറയുക, and she's using it just opposite. This is a technique that Satan uses. He uses right words from God and then he twists it and gives it to you in a remixed format. ഇതേ തന്നെയാണ് ഹവായുടെ അടുത്തും ചെന്നത്. ഹവായുടെ അടുത്ത് എന്ത് പറഞ്ഞേ? അത് നോക്കാം. ജോ. So Genesis 2 verse 1 and B എന്ന് പറയുമ്പോൾ second half എന്നാ കേട്ടോ. And he said to the woman, has God indeed said? Satyam, really? You shall not eat of every tree in the garden? So, did he say he can eat every tree, or did he say you cannot eat some tree? She answers. And what did God say? In the day you shall eat of it, you shall surely die in the karta varga. Now you see the same thing, he's now twisting it. Verse 4. It says, 3. 3 lano. Alla 2 4 undallo. 3 1 la. Oh, 3 la, sorry. My mistake. Typo. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. Yeah. So Genesis 3 la, sorry. 2 എഴുതി. Thank you. So you shall surely not die. Now Satan പറയുന്നത്. കർത്താവ് പറഞ്ഞു you shall surely die. Satan is saying no, you shall not surely die. Now question I have to put for everyone is, do we really know what God actually said? വചനത്തില് ദൈവം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. But are we sure of what he said? Am I reading it correctly? Am I understanding it correctly? ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? അതോ മനസ്സിലാക്കിയിട്ടില്ലയോ? കാരണം ഇതെല്ലാം he's going to use the word of God only against you. No other things not coming with that, some fancy stuff. He'll come with the very things that you already have. ഗിദിയന്റെ അടുത്ത് കർത്താവ് എന്ന് പറഞ്ഞു, oh, mighty man of valor. Veerashura Parakami. Yes. But is that what Satan was feeding Gideon at that time? It was the opposite. Satan knows what God is talking about us. Satan knows God favors us. Satan knows he loves us. Adalla ariya. And the very thing that you think God speaks about you, he will use that very thing against you. Appo namakku avada ഉറപ്പാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളോട് സംസാരിച്ചത് എന്തുവെന്നത് അത് ഉറപ്പാക്കിക്കണം. You have to make sure what God said. You have to know his word inside out. We can't have excuses. We can't expect people like me or uncle to come and teach you all the time, or some other pastor to come and teach you all the time. You have to study. You have to know the word for yourself. നാളെ നമ്മൾ ആരും ഇല്ലെങ്കിൽ പിന്നെ what will people do? You have to become self-reliant into studying your word. You have to rely on the Holy Spirit to sit with you and study and teach you. We can't be sitting inside a totti and expecting somebody to bring milk and keep feeding us. It's not going to happen. It's not right. Because Satan is always after you. Don't take things lightly. Okay. However, within a week, this is what is happening in Aladana, is what is regularly taught, that the temptation came within 1 week of their life. So as soon as God says something, he will come. Satan will come soon, very fast. Now, how did Job survive all this? Question of faith, or is it knowing the word? Like, unless you know the word, you don't have anything to have faith in. You can't. A ship cannot anchor itself into air. It has to drop the anchor deep, and it has to hook into something into the ground. അതുകൊണ്ടാണ് ഈ ആങ്കർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാ. It's extremely heavy, right? So you need to be really solidly grounded into the word of God. ആ വേര് അവിടെ പിടിക്കാതെ nothing is going to happen. ഒരു കാറ്റ് വന്ന് എല്ലാം പറന്നങ്ങ് പോകും. You see now, when the storm comes, the trees are on the ground flat. What's happened with these trees? One, either they are too old, they didn't grow enough, their way or their roots are not deep enough, or they got diseased. Either way. So either way, what happens is നമ്മൾ വചനത്തില് എന്തോ എഴുതിയിരിക്കുന്ന എന്നുള്ളത് മനസ്സിലാക്കാതെ we can say stories ഒക്കെ നമുക്ക് അറിയാം, but we don't know what did God exactly say, and that is the problem. അവിടെയാണ് നമ്മുടെ വീഴ്ച വരാൻ പോകുന്നത്. എന്തോ ദൈവം ആക്ച്വലി പറഞ്ഞെന്നുള്ളത് അറിയില്ല. So we are all confused, right? ഈ കൺഫ്യൂഷനിലാണ് സാത്താനും വരുന്നത്, അടുത്ത കൺഫ്യൂഷനും കൊണ്ട്. അപ്പോൾ ഓൾറെഡി കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പിന്നെ ഇത് ഈസിയാ. ദിസ് ഇസ് വൈ മെനി പീപ്പിൾ ഫെയിൽ വെൻ ഇറ്റ് കംസ് ടു ഡോക്ട്രിനൽ ഇഷ്യൂസ്. ദേ കൺഫ്യൂസ്ഡ്. ദൈവം സത്യമായിട്ട് അങ്ങനെയാണെന്നോ പറഞ്ഞു, അതോ വേറെ ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ആൾക്കാർ വന്നിട്ട് ഡൗട്ട് ഇടും.
അതാരാ ഇവൻ അവന്റെ ഏജന്റ്സിനെ അയക്കുക. So don't expect the agent to look like Satan. He can look like me, or he can look like any one of us. Okay, he can look like your best friend. ഒരു ഡൗട്ട് ഇട്ടാൽ മതി, അവിടുന്ന് പിന്നെ അത് മുളച്ച് കിളിച്ചോളൂ. Right? So how did Job survive all these attacks? Right? Any ideas what was this? How did he survive? Because idi ninnilla, continuous idiya. So does anybody know how long Job was in this situation? How long do you think it was? Job in the intense book aanu, പക്ഷേ how long was this intensity? Any ideas? 4 years. No, not 4 years. Anyone else? Many years. 1 year. Shocking, ille? It's in a year's time. In fact, it is less than a year. But in that year, he was so smashed. He was like crushed to the core, you know. Christu didn't have to suffer for 1 year. Christu had suffered for only that period. But look at this man, he's having to hold on. Nammal chala issues will be depending on what the issue is. But this intensity was less than a year, but it was so much. It's extremely. But how did he survive? We looked at that verse earlier itself. When he rent his garment, shaved his head, what did he do? He fell down and he worshipped God. And that is the first point that I want to bring out. നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം നടന്നാലും we should be worshippers of God, regardless of what circumstance. Blessing ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ബ്ലെസ്സിംഗ് ഡെഫിനിഷൻ തന്നെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. We have a wrong understanding of what is blessing only first. So we don't understand what is actually God's presence in your life. നമ്മുടെ ലൈഫിൽ എന്ത് പ്രസൻസ് ആണെന്നുള്ളത് നമുക്ക് ഇതുവരെ അത് വിവേകമായിട്ടില്ല. We think of blessing, forget the blessing. We should become worshippers of God. We should know who he is. Our basis. See, look at what Job is saying. Would we say God gave, take away? No, we won't say that. We'll just, I've noticed, this is actually becoming a habit for us. But do we actually feel it? This is the question we have to ask. Can I survive, or will I be able to hold on? I need to be a worshipper of God first before anything else. All right. Our worship and the habit, you can see it in Paul's life. You can see it in Peter's life. You can see it in Daniel's life. Our worshippers, they were actually people of prayer. They were actually people of faith who stood regardless of what their circumstances. Habakkuk in the last chapter, Habakkuk in the samayathu ellam poi kadakka. Last, though the vines may fail or the fig tree may fail, idellam fail ayalum, cattle illa, onnu illa, endil onnu illa, ellam complete gone, zero. And he says, yet I will praise God. So our worshipping of God, our life of blessing God, is not linked to our blessing, not linked to our health, not linked to our family, not linked to our possession, not linked to any of the stuff. Adinonninu oru bandhavilla. It is a relationship directly with God. It has got nothing to do with what you have and what you don't have. Right? And that is why it's a mindset. And I call it the mindset of contentment. We need to be content in and with what we have. That is what Paul is talking about in Philippians chapter 4, verse 11 to 13. In English, on the Malayalam. Can someone read in Malayalam? ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോട് ഇരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. See, I learned it. I have learned it. It's not something I was born with. I have learned stuff. Okay. താഴ്ചയിൽ ഇരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായി ഇരിക്കുവാനും
വിശന്നിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ See, അതെല്ലാം ചെയ്തിട്ടുണ്ട്. I have experienced it and therefore I have learned to be content with what I have regardless of what my circumstance. അതുകൊണ്ടാണ് he's telling how am I able to do it, not because of anything else. അങ്ങനെയാണ് verse 13 വരുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. So നമ്മൾ ഈ വാക്ക് എടുക്കും, I can do all things through Christ strengthen me. പക്ഷേ what are we talking about? I can do all things through Christ who strengthens me. It's a very encouraging word, absolutely. പക്ഷേ look at where Paul is using it. When you have no hope, when you have no joy, when you have nothing to hold on to say I am the blessed, how do you hang on? I hang on because Christ enables me to hang on. Job underwent hell for 1 year. He worshipped God regardless of his situation, and that was his core value. നമ്മുടെ core value അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ we won't survive. Now, this is another thing that I want to show you. Job had a revelation. Job knew Jesus. I was shocked when I saw this verse. ഒന്ന് വായിച്ചേ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും Stop. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. How is that even possible? There is no law. Moses not even arrived on the scene yet. Jesus nowhere in sight. Yet he says, my Redeemer lives. Wow. അത് നമ്മൾ എന്ന് പറയും, my Redeemer lives എന്നുള്ളത്. കാരണം we know Christ came, he came, died for mankind to redeem them, and now he ascended to the heaven after resurrection. How can Job say my Redeemer lives? From where? ഏത് ആംഗിളിൽ നിന്നാണ് ആ വേർഡ്? That's what I'm talking about. This man had such a revelation with God without any other person around his life. Whether they taught him, spoke to him, doesn't matter. He had such a strong relation with God. And look at the statement. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ I was like, it took me for a while for me to understand this. And he's saying, I know my Redeemer lives. Do I know my Redeemer lives? Yes, I know on paper. He doesn't even have paper. എന്നിട്ട് വാക്യം വെച്ചു. അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. Where is that again? Where is he going to stand on the earth last? Wow. He's talking revelation now. And seeing verse 26. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. Wow. What is he talking about? He's talking about resurrection. I will see my God even after I die. എന്റെ ഫ്ലഷ് എല്ലാം പോയി ദ്രവിച്ച് കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞാലും I will see my God in the flesh എന്നാണ് പറയുന്നത്. അപ്പൊ റിസറക്ഷന്റെ കാര്യം പറയുന്നത്. Then എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. നാം എങ്ങനെ ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. Lastly, how my heart, എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. You see, even he is sitting in such a horrible condition, and look at what words are coming out. അവന്റെ വാക്യം നോക്കിക്കോണേ. My Redeemer lives. He shall stand at the last on the earth. Even after I die, I will see him in my flesh. That he's talking resurrection now. And then what he's saying, I will see it with my own. Look at the അവന്റെ എന്ത് പറഞ്ഞ the pratyasha and the hope that is standing is so strong. I will see it 100%. അതിനൊരു ഡൗട്ടും ഇല്ല. No doubt. ഇംഗ്ലീഷില് my heart earns with അത് ദാഹിക്കുന്നു എന്നാ. It's longing for God. It's waiting for that time. And he's not. അന്തരംഗം ക്ഷയിച്ചിരിക്കുന്നു. I mean, it's like weekend. Oh, weekend എന്നാണോ? അന്തരംഗം ക്ഷയിച്ചിരിക്കുന്നു. Yeah. Okay, I didn't know that part. Anyway, finally it comes to Romans chapter 5 verse 3 to 5. I will leave you with this quickly. We'll just in 1 minute. And not only that, but we also glory in tribulation, knowing tribulation
produces perseverance. You will strive. You will keep going on. And when you keep going on, it develops a certain kind of character, very strong character. Reminder right. Now, out of all this comes hope. Pratyasha is what is the actual component that is coming out of tribulation. When you suffer, your hope is what is strengthened. Karanam hope and pratyasha illennunnengil faith orikkalum nilathilkkan pattathilla. Karanam Hebrews 11 verse 1 il ezhukkunna faith is the substance of things that are hoped for, the evidence of things not seen. So faith is the evidence is the substance of things that are hoped for. Appo hope aanu building block of faith. നമ്മുടെ പ്രത്യാശയാണ് നമ്മുടെ മെയിൻ കാര്യം. പ്രത്യാശ അത് സോളിഡിഫൈഡ് ആകുമ്പോഴാണ് ഹോപ്പായിട്ട് മാറുന്നത്. So this is why Job had a pratyasha. What is pratyasha is what we saw just now. ആ പ്രത്യാശ അവന്റെ വിശ്വാസമായി. ആ വിശ്വാസം അവനെ നിലനിർത്തി. Because God founded him upon the rock. He didn't stand anywhere else. He was standing on the rock only. That is why he's saying, my Redeemer lives. I don't care. My എല്ലാം തൊലി എല്ലാം ദ്രവിച്ച് completely പോയി കഴിഞ്ഞാലും I know I will see him face to face. That is the kind of thing we need to start developing. Forget all this blessing. അതൊക്കെ എടുത്ത് ഊരകളാം. സമയം കഴിഞ്ഞു. We need to start looking at God and having a personal relationship with him. That is the number one thing. Everything else is going to fail. This world is going completely down the drain. If we have our hope in things on earth, then we are having in the wrong thing. So I hope this word has blessed you. It is a very strong thing for me. And it's still working inside, you know. How do you say? It's like a heart pumping blood. So I just hope that it encourages everyone and it makes us look into our own selves and checks our own stand, how it is. So God bless you all. So let's close in prayer. Heavenly Father, Lord, I want to thank you and praise you, Father, Lord, for this time. I pray, Lord, help us to have a mindset that is content with what we have and what you have given us, not looking unto things that are out there, oh Father God, for you have a different purpose. You created us for a different purpose. We are here to worship you. We are here to honor you. We are here to glorify you. We are here to praise you, regardless of what we have or what we may not have, regardless of what people think of me, how they see me, how they perceive me. Lord, I pray, Lord, that our relationship with you will rise to the heavens, oh Father God. It will rise up far above what we have, what we are thinking currently, oh Father God. And I pray, Lord, Job suffered for just 1 year. Many of us go through many things for many years. But I pray, Lord, that our hope will never fail. And yes, our faith will be established, oh Father God. And let us not lose our faith, oh Father God. Satan wants to sift all of us, Father God, in many ways, Lord, and to question the faith that we have. I pray, Lord, that you would sustain us. Lord, intercede on our behalf and preserve our faith, oh Father God. I submit everyone who's heard this word into your hands. In Jesus' mighty name, we thank and pray. Amen.